ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പുറത്തെ എനിക്ക് അമ്മയുടെ വരുത്തിട്ടുണ്ട് ഗൈസ്. പോവാൻ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ഗായത്രി വരും. ഗായത്രി വരുന്നല്ല, ഗായത്രിയുടെ അച്ഛനാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാം. നമ്മളപ്പോൾ ഇന്ന് ഭയങ്കര പോകണമെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മളിന്ന് എറണാകുളം പോകണം ഗൈസ്. ഫസ്റ്റത്തെ ഞങ്ങളുടെ എൻ്റെയും ഗായത്രിയുടെയും എന്താ പറയുക, ഞങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് ലോങ് ട്രിപ്പാണ് ഈ ട്രിപ്പ്. ഇങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ജസ്റ്റ് ഗായത്രി വരിക, വണ്ടി കയറാൻ പോവുക, അത്ര പരിപാടിയുള്ളൂ. ബാഗൊക്കെ ഇവിടെ ബാക്കിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് എൻ്റെ കോളേജ് ബാഗ് തന്നെയാണ്, അതിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അച്ഛനാണ് നമ്മളെ കൊണ്ടാക്കാന്ന് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ അച്ഛൻ തൃശ്ശൂർക്ക് പോയി ഗൈസ്. ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ഓട്ടോയിലാണ് പോണത്. ഞങ്ങള് പ്ലാൻ ബിയിലേക്ക് മാറി. അത് നമുക്ക് എപ്പോഴും പ്ലാൻ അതെ, ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത് ചെയ്യാവോ ഡിയാവോ എന്നൊക്കെ കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ അതിലാണ് എന്റെ ഫസ്റ്റ് KSRTC ഞാനുള്ള കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ കൊടുക്കാണ് ഗൈസ്. എന്റെ ഫസ്റ്റ് KSRTC ഗൈസിലാണ്. KSRTC ആൾക്കാരെല്ലാം തടിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞങ്ങള് എവിടെ എത്തി? ഞങ്ങളിപ്പോ കറന്റ്ലി പറവൂരാണ്. നാട്ടിൽ നിന്ന് ഞങ്ങൾ പറവൂരെത്തേണ്ട, ഇവിടെ ഞങ്ങൾ ആലുവ പോവാണ്. അതാണ് ഞങ്ങളുടെ ബസ്. ഇപ്പൊ ഞങ്ങള് പറവൂർക്ക് പോകാൻ വേണ്ടിട്ട് അടുത്ത ബസ്, പറവൂരിന്ന് ആലുവയിലേക്ക് പോകാൻ വേണ്ടിട്ട് അടുത്ത ബസ് പോയി. ഞാൻ പറഞ്ഞ ബസ് പോയി. ഞങ്ങൾ അടുത്ത ബസ്സിനുള്ളിൽ കയറി ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു KSRTC ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിലവിടെ ഇവിടെ ഇരിക്കാം, ആരില്ല, വിധനമായ ഒരു വേണ്ട. അങ്ങനെ KSRTC സ്റ്റാൻഡാണ് ഗൈസ്, പറവൂർ KSRTC സ്റ്റാൻഡ്. ഗൈസ് ഞങ്ങളെത്തി ഗൈസ്. ഇപ്പൊ നമ്മൾ ഇവളുടെ കോളേജിലേക്ക് പോവാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പൊക്കോള് ഇതായിട്ട് ഞാൻ പറഞ്ഞ ജിമ്മ് എവിടെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. വൻ സെറ്റപ്പാ. നല്ല ആകാശം ഗൈസ്, നല്ല കഞ്ഞിക്കട്ട പോലെ കിടക്കുന്ന ആകാശം. തീരെ ചൂടില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഭയങ്കര സുഖം. ഒട്ടും വെയിലില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. അതെ, ഒട്ടും വെയിലില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. അങ്ങനെ എത്തി ഗൈസ്. ഇവളുടെ കോളേജിലല്ലേ സീനിയർ ഉണ്ടൊരു വ്ളോഗർ. കോളേജ് വാല, കോളേജ് ഒന്ന് കാണിക്കും. ഇതാണ് ഗൈസ് ഭാരത് മാത സ്കൂൾ ഓഫ് സീനല്ലേ. അത് കേട്ടില്ല, ഒന്നുകൂടി പ്ലീസ്. ിരിക്കാൻ പറ്റുമോ? ചതി, വഞ്ചന. വീട്ടിൽ നിന്ന് വിളിച്ച് ചോദ്യം ചെയ്യലാണ് ഗൈസ്. ഞങ്ങൾ എവിടെ എത്തി? സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ ഒരു കടകളുടെ കോളേജിന്റെ അടുത്തുള്ള ഒരു കടയിൽ കയറിയതാണ് ഗൈസ്. എന്താടി കോൾഡ് ബൂസ്റ്റ് ആണോ? ഇത് മറ്റേ സാധനം മോയെ എനിക്ക് ഷേക്ക് കൊണ്ട് തന്നു. അപ്പോൾ അവൾ പറഞ്ഞു കോൾഡ് ബൂസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്നിട്ട് കോൾഡ് കോഫി കൊണ്ടുകൊടുത്തു. വീണ്ടും അയ്യോ, അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. ഇതാണ് അവൾ സ്റ്റേ ചെയ്യുന്ന വീട്. ഇവർ മേലെ സ്റ്റുഡൻസും അടിയിൽ ഇവരുടെ ഹൗസ് ഓണർ, അങ്ങനെയാണ് നിൽക്കാറുള്ളത്. ഇപ്പം എന്തായാലും ഇന്ന് വീട്ടിൽ ഹൗസ് ഓണർ അല്ല ഗൈസ്,
കറന്റ്ലി ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ഇവർക്ക് വെക്കേഷനാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ എറണാകുളത്തേക്ക് എന്തിനാണ് വന്നത്, ആലുവയിലേക്ക് എന്തിനാണ് വന്നത്, നമ്മളെന്തിനാ ആലുവയിലേക്ക് വന്നേ? അയ്യോ നമ്മൾ ശരിക്കും നീ യൂണിഫോമിലേക്കണേ. ബുക്ക് കൊടുക്കാനുണ്ടായിരുന്നു 3 എണ്ണം. ഫൈനുണ്ട് 120 രൂപ. പിന്നെ ഞാനും മാം തമ്മിലുള്ള ബന്ധം കാരണം ഒരു 60 രൂപ കുറച്ച് ഡിസ്കൗണ്ട്. കേറാം. എങ്ങോട്ടാന്നറിയോ, പോയി ചിലപ്പോ അവിടെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു വരി കിടന്ന് പറഞ്ഞിട്ട് വരും. ഇതൊരു കുപ്പി, തോളിലൊരു ബാഗ് ഒക്കെ ഇട്ടാണ്. ഇവിടെയാണോ ചെരുപ്പ് ഊരി വെക്കണ്ടേ? ആണോ? നീ എന്തിനാ ആലോചിക്കണേ ഇവിടെ വെക്കണ്ടെന്ന് കൺഫ്യൂഷൻ. നമ്മൾ ചെരുപ്പ് ഊരി വെക്കുക, ഓടിപ്പോവുക. ഇതാണ് ലക്ഷ്യം. ചെരുപ്പ് ഊരി വെച്ചിരിക്കാം. ശരി, എവിടെ വെക്കണ്ട ചേച്ചി, വേഗം വാങ്ങും. നീ നടക്ക്. ഇവളുടെ വീട് കാണിക്കാൻ ഇവിടെ എന്താടി? ഓ, ഇതാണ് കിച്ചൺ ഗൈസ്. ഗായത്രി ഇന്ന് രാത്രി നമുക്ക് എന്താ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമോ? ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്താ നമുക്ക് ചൂടിട്ട്. ഇന്ന് നമ്മൾ ഗായത്രിയുടെ പാചകമാണ് കാണാൻ പോകുന്നത്. ആൻഡ് ഇതൊരു വല്ലാത്ത പാചകമാണ്. അതാലോചിക്കണം, ഡെഡിക്കേഷൻ പീക്ക്. യൂണിഫോം പോലും മാറിടാണ്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇവിടെ വെള്ളം തിളപ്പിച്ചാലേ വെള്ളം കിട്ടുള്ള വേസ്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. പിന്നെ ആഗ്രഹത്തിന് മിനറൽ വാട്ടർ വാങ്ങിയിട്ടുണ്ട്. അത് ആഗ്രഹത്തിനല്ല, എനിക്ക് ഭയങ്കര വെള്ളം കുടിക്കാൻ ദാഹം, അങ്ങനെ മേടിച്ചതാണ് ആയിരിക്കുന്ന മിനറൽ വാട്ടർ. അതിനാണ് അവൾ പറഞ്ഞത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വന്നു. ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെക്കണ വരെയാണ് നമ്മൾ കണ്ടു നിർത്ത്. അങ്ങനെ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഞങ്ങൾ വന്ന് കിടന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചത് മറന്നു. വെള്ളം തിളച്ച് പൊങ്ങി. പിന്നെ വെള്ളം ആയതുകൊണ്ട് പൊന്തി പോകുന്നില്ല, വറ്റി പോവുള്ളൂ. അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് പോയി ഓഫ് ചെയ്തു. അങ്ങനെ വന്നിട്ട് ഇപ്പൊ കിടക്കുകയാണ്. നട്ടപ്പറ ചൂടാണ് ഗൈസ്. ഇവിടെ 1:18 ഇപ്പോഴത്തെ സമയം. ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോ ഇറങ്ങും കറങ്ങാനൊക്കെ. അതുവരെ അവൾക്ക് കറങ്ങണം. അതെ, ആദ്യം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി പുറത്ത് വന്ന കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? കറങ്ങാനായിരിക്കും. ഇവൾക്ക് ഉള്ള ഹോസ്റ്റൽ വൈബാണ് വന്ന് നിൽക്കണ എന്നും കാണുന്ന സ്ഥലം. ആ ഒരു സ്ഥലം. ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു 1 hour കഴിഞ്ഞ് ഇറങ്ങും. 1 hour കഴിഞ്ഞിറങ്ങിയാൽ പോലെ 1 hour കഴിയണം. 1 hour കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി ഗൈസ്. അങ്ങനെ അപ്പോൾ ലുലു പോണെന്നാ പറയണ. ലുലു പോയിട്ട് ലുലു പോയിട്ട് ഞങ്ങള് ബാക്കി സസ്പെൻസ് ആണ്. അവിടെ എന്തോ പറ്റേ ഓക്കെ ബൈ.